നമ്മളൊരു മതേതര രാജ്യത്തിലെ പൗരന്മാരാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നവരാണ്. ഒരു മതേതര രാജ്യത്ത് മതേതര നിയമങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നൊരു പൊതു ധാരണയുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഷബാനു അല്ലെങ്കിൽ ഷബാനു ബീഗം എന്ന സ്ത്രീ നമ്മുടെ മതേതര രാജ്യത്തെ മതേതരമാകേണ്ട നിയമങ്ങളുടെ അപര്യാപ്തത മൂലമോ അല്ലെങ്കിൽ ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയോ അവയെ സമീപിക്കുകയോ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ വഴിയോ ഒരു ഷബാനു ബീഗം മാത്രമല്ല ലക്ഷക്കണക്കിന് സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ അന്യായത്തിന് അനീതിക്ക് വിധേയമായി പോയിട്ടുണ്ട്. നമ്മുടെ നീതിന്യായ പീഠങ്ങൾ ഇപ്പോഴും പലപ്പോഴും സ്ത്രീകളുടെ നീതിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ജന്മാവകാശമായ പൗരാവകാശമായിട്ടുള്ള നീതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത്തരം നീതികളെ പലപ്പോഴും പുരുഷ മേധാവിത്വപരമായിട്ടുള്ള പഴയ സമ്പ്രദായങ്ങളുമായിട്ട് കൂട്ടിക്കും. പഴയ സമ്പ്രദായങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ പേരിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കീഴ്വഴക്കങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവ അതിനകത്ത് പെടും. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നാളിതുവരെയും ബാധിച്ചു കൊണ്ടിരുന്നതും ഒരു പക്ഷേ ഇനിയും തുടരാവുന്നതുമായിട്ടുള്ള ഒരു കാര്യം മതനിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ മതേതര നിയമങ്ങളുമായിട്ട് ഇടകലരുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. അത്തരം കുഴപ്പങ്ങളുടെ ഒരു ഇരയാണ് ഷബാനു ബീഗം. അപ്പൊ ഷബാനു ബീഗത്തിന്റെ കേസ് മിക്കവാറും എല്ലാവരും പേർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കുപ്രസിദ്ധങ്ങളായിട്ടുള്ള നിയമ നടപടികളിൽ നിയമവൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഷബാനു ബീഗം കേസ്. ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ തുടക്കം 1978 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനു മുമ്പേ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? 1932 വിവാഹിതയായ ഷബാനു ബീഗം, ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മുഹമ്മദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം ഒരു നിയമജ്ഞനാണ്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ ഒരു അംഗവും കൂടിയായിട്ടുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹം 1932 കല്യാണം കഴിച്ചു ഷബാനു ബീഗത്തെ. അവർക്ക് 5 കുട്ടികളുണ്ടായി. അതിനുശേഷം പിന്നീട് 1970 ആകുമ്പോഴേക്കും ഈ സ്ത്രീക്ക് ഏതാണ്ട് ഷബാനു ബീഗത്തിന് 62 വയസ്സാകുമ്പോഴേക്കും ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന നിയമജ്ഞൻ എന്ന മുസ്ലിം എന്ന ഭർത്താവ് അയാൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നു, കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള ഒരു സ്ത്രീയെ. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഷബാനു ബീഗത്തെ ഇയാൾ മൊഴി ചൊല്ലുമ്പോൾ ഷബാനു ബീഗത്തിന് കൊടുത്ത ഒരു വാക്കുണ്ട്. മാസാമാസം 500 രൂപ ജീവനാംശമായി തന്നുകൊള്ളാം എന്നുള്ളതായിരുന്നു ആ വാക്ക്. കുറച്ച് മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതിന് ശേഷം അപ്പോൾ ഈ വിവാഹമോചനം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് രണ്ടാമത്തെ വിവാഹം. വിവാഹമോചനം ചെയ്യാതെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുക. അതിനുശേഷം പുതിയ ഭാര്യയായി കഴിയുമ്പോൾ പിന്നീട് ഈ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നു. ഇങ്ങനെ ഒരു വാഗ്ദാനം 500 രൂപ മാസം കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അവിടെ 5 കുട്ടികളുണ്ട് ഈ ഷബാനു ബീഗത്തിൽ, ആ ബന്ധത്തിൽ. ആ 5 കുട്ടികളുടെയും തന്റെയും സംരക്ഷണം, അത് അവർക്ക് ജീവിച്ചു പോകാനായിട്ട്, നിത്യവൃത്തി കഴിക്കാനായിട്ട് 500 രൂപ കൊടുക്കാന്ന് പറയുന്നു. ആ സ്ത്രീ അത് സ്വീകരിക്കുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മൊഴി ചൊല്ലിയതായിട്ട് അറിയിക്കുക മാത്രമല്ല, ഈ ജീവനാംശം നൽകുന്ന പരിപാടി നിർത്തിവെക്കും. ആ സ്ത്രീ മധ്യപ്രദേശിലെ അവരുടെ ഇൻഡോറിനടുത്തുള്ള അവരുടെ പ്രാദേശിക കോടതി, എൻ്റെ ഒരു ഓർമ്മയിൽ അതൊരു സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആയിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്. ആ കോടതിയിൽ, അത് പ്രാദേശിക കോടതിയെ സമീപിക്കുകയും തന്റെ ഭർത്താവ് ഇങ്ങനെ വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടുണ്ട്, തനിക്ക് ജീവിക്കാൻ 500 രൂപ അനുവദിച്ചു തരണം എന്നുള്ള ഒരു അപ്പീൽ കൊടുക്കുകയും ചെയ്തു. അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻഡോറിലെ പ്രാദേശിക കോടതി ഈ സ്ത്രീക്ക് മാസാമാസം 25 രൂപ, ഈ സ്ത്രീയുടെയും ഈ കുട്ടികളുടെയും 5 കുട്ടികളുടെയും നിത്യവൃത്തിക്കായി 25 രൂപ കൊടുക്കാനായിട്ട് വിധിയാകും. ആ വിധി ആ സ്ത്രീക്ക് സ്വീകാര്യമല്ല, സ്വാഭാവികമായിട്ടും. 1970-കളിലാണ്, 80-കളുടെ തുടക്കത്തിലാണെങ്കിലും ഇത്ര ചെറിയൊരു സംഖ്യ കൊണ്ട് ഒരു ആറ് പേർക്ക് ജീവിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. അവർ അപ്പീൽ പെറ്റീഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഒരു ഉത്തരവിടുന്നു. ഈ അപ്പീൽ സ്വീകരിച്ചിട്ട് ഒരു ഉത്തരവിടുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഷബാനു ബീഗത്തിന് 179 രൂപ 20 പൈസ പ്രതിമാസം ജീവനാംശമായി നൽകാനായിട്ട് ഹൈക്കോടതി ഉത്തരവിടും. ഈ ഉത്തരവ് സ്വീകാര്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഷബാനു ബീഗത്തിന്റെ മുൻ ഭർത്താവ്, വക്കീലായിട്ടുള്ള അല്ലെങ്കിൽ നിയമജ്ഞനായിട്ടുള്ള മുൻ ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതി 1985 79-ലാണ് സുപ്രീം കോടതി സമീപിക്കുക. ഏതാണ്ട് 7 വർഷത്തിന് ശേഷം 1985 ഒരു വിധി പ്രസ്താവിക്കും. ഈ 7 വർഷവും ഈ സ്ത്രീക്ക് ജീവനാംശ കാര്യത്തിൽ ഒന്നും കിട്ടുന്നില്ല. 1985 സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിക്കുന്നത് കീഴ്ക്കോടതി, അതായത് ഹൈക്കോടതിയുടെ വിധിയെ അംഗീകരിച്ചുകൊണ്ടാണ്. ആ വിധി നിലനിർത്തണം, 179 രൂപ 50 പൈസ കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പൊ 500 രൂപ ആവശ്യപ്പെട്ടയാൾക്ക് 25 രൂപ വിധിക്കുന്നു. അതിനെതിരെ വിധേയയായിട്ടുള്ള സ്ത്രീ ഷബാനു ബീഗം അപ്പീൽ പോകുന്നു. അപ്പീൽ സ്വീകരിച്ച കോടതി 179 20 പൈസ വിധിക്കുന്നു.
ഇതിനെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിടും. ഈ ഉത്തരവിന് ശേഷം ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത്, ഇസ്ലാം മതത്തിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ നിന്നൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് 1986 അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നു. ആ പാസ്സാക്കിയതിന്റെ പൊരുൾ മറ്റൊന്നുമല്ല, മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമായിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം യുദ്ധ പീരീഡ് കാലത്ത് മാത്രമേ ജീവനാംശം നൽകേണ്ടതുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. അവിടെ ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് നൽകണം എന്നുള്ള വിധിയാണ്. പക്ഷേ അത് എത്രയാണെന്നും എന്താണെന്നും എന്നുള്ള ഒരു ധാരണ കൃത്യമായിട്ട് കോടതി വിധിയിൽ പറയാത്തത് കൊണ്ട് തന്നെ എത്ര ആയിരം രൂപയാണ് അല്ലെങ്കിൽ എത്ര 10,000 രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കോടതിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും CRPC ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിധികൾ ഉള്ളത് കൊണ്ടും ഇതൊരു കുഴപ്പമായിട്ട് അവശേഷിക്കുകയും പിന്നീട് പല ഹൈക്കോടതികളും സുപ്രീം കോടതി അടക്കം ഇത്തരം കാര്യത്തിൽ, ഈ തുകയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 1986 ശേഷം ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയും ചില കോടതി വിധികളിൽ കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ, മുസ്ലിം സ്ത്രീകളും കൂടി CRPC 125 വിധേയരാണ്, അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങളോ പ്രശ്നങ്ങളോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ യോഗ്യതയുള്ളവരാണെന്നുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഈ അടുത്ത ഇടെ നമ്മൾ കണ്ടു, ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി. ആ വിധി പ്രകാരം ഇങ്ങനെയുള്ള കാര്യത്തിൽ CRPC 125 ആണ് ബാധകമായിട്ട് വരിക, അല്ലാതെ 1986 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് ഡൈവേഴ്സ് ആക്ട് എന്നുള്ള 1986 സിവിൽ നിയമമല്ല ബാധകം എന്ന വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചത്.